വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ടുള്ള ഒരു റൈഡാണ്. ഡെസ്റ്റിനേഷൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എന്തായാലും അട്ടപ്പാടി റൂട്ടിന് കയറിയിട്ട് പിന്നെ ബാക്കി അവിടെ വെച്ച് പ്ലാൻ ചെയ്യാൻ നേരിട്ടിട്ടാണ്. മോർണിംഗ് ഒരു 7:30 ആയപ്പോഴേക്കും കുന്തിപ്പുഴ പാലമെല്ലാം ക്രോസ് ചെയ്ത് അട്ടപ്പാടി റൂട്ടിലേക്ക് പോകുന്ന ബൈപ്പാസിന്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മണ്ണാർക്കാട് ടൗണിൽ നിന്നും ഏകദേശം ഒരു 7 കിലോമീറ്റർ റൈഡ് ചെയ്യുമ്പോൾ തന്നെ അട്ടപ്പാടി റീജിയനായ ആനമുടി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. അട്ടപ്പാടിയിലേക്കുള്ള മെയിൻ ചുരം സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ ആനമുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് തന്നെയാണ്. ഫസ്റ്റ് അവിടെ നിന്നൊരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ചുരം കയറുകയായി. പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അഗളി, ഷോളയൂർ, പുത്തൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ചേർന്ന് പൊതുവെ അറിയപ്പെടുന്ന ഒരു പേരാണ് കേട്ടോ ഈ അട്ടപ്പാടി എന്നുള്ളത്. അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്തിൽ പാലക്കയം എന്ന സ്ഥലവും പെടുന്നുണ്ടെങ്കിലും ആ പ്രദേശം അട്ടപ്പാടിയായിട്ട് അറിയപ്പെടുന്നില്ല. വളരെ ഫേമസ് ആയിട്ടുള്ള സൈലന്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഈ അട്ടപ്പാടി റീജിയനിലാണ്. ചുരം കയറി പകുതി ആയപ്പോഴേക്കും അത്യാവശ്യം നല്ല കോടയെല്ലാം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മണ്ണാർക്കാട് ടൗണിൽ നിന്നും ഏകദേശം 36 കിലോമീറ്റർ ആണ് ഈ അട്ടപ്പാടിയിൽ ഉൾപ്പെടുന്ന അഗളി എന്ന് പറയുന്ന ഒരു ചെറിയ ടൗണിലേക്കുള്ള ദൂരം. അട്ടപ്പാടിയിലെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത് മല്ലീശ്വര ക്ഷേത്രത്തിൽ നടത്തുന്ന ശിവരാത്രി മഹോത്സവം തന്നെയാണ്. ഈ ഒരു ശിവരാത്രി മഹോത്സവത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. ആദിവാസി ഗോത്രവിഭാഗത്തിൽപ്പെട്ട പൂജാരിമാർ മല്ലീശ്വരം മല കയറി അവിടെ പൂജ നടത്തി അവിടെ ഒരു വിളക്ക് തെളിയിക്കും. ആ തെളിയിക്കുന്ന വിളക്ക് താഴെയുള്ള ഗ്രാമവാസികൾ മലമുകളിൽ കണ്ടാൽ മാത്രമാണ് ഇവിടെ ശിവരാത്രി ആഘോഷങ്ങൾക്ക് ആരംഭം കുറിക്കും. അങ്ങനെ കുറച്ചു ദൂരം റൈഡ് ചെയ്തപ്പോഴേക്കും ചെറുതായിട്ട് മഴ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ചെറിയ ചാറ്റൽ മഴയെല്ലാം കൊണ്ട് സൈലന്റ് വാലി റീജിയനിലുള്ള ഈ ചുരത്തിലൂടെയുള്ള ബൈക്ക് റൈഡ് അത് വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. കുറച്ചു ദൂരം പോയപ്പോഴേക്കും മഴ സ്ട്രോങ് ആകാൻ തുടങ്ങിയിരുന്നു കേട്ടോ. ഇനി അങ്ങോട്ട് റൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെയിൻ കോട്ട് ഇടണമെന്ന് മനസ്സിലായി. പിന്നെ ഫസ്റ്റ് വ്യൂ പോയിന്റിൽ തന്നെ സ്റ്റോപ്പ് ചെയ്ത് റെയിൻ കോട്ട് ഇടാൻ തീരുമാനിച്ചു. അങ്ങനെ എല്ലാരും റെയിൻ കോട്ട് ഇടുന്നതിനിടയ്ക്ക് നമ്മൾ ഡോക്ടർ ഒരു പണി പറ്റിച്ചിട്ടോ. 2 കോട്ടിന്റെയും സിബ് ഒന്നിച്ച് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഡോക്ടർ. ആരാണ് ആക്കിയത്? അങ്ങനെ ഉഷാറാണ്. ഡോക്ടർ ലക്ഷ്യം കണ്ടിട്ടുണ്ട്. ഡോക്ടറെ അങ്ങനെ കോട്ടിന്റെ സിബെല്ലാം ശരിയാക്കി മഴയായിട്ടും നമ്മൾ റൈഡ് കണ്ടിന്യൂ ചെയ്തിട്ടോ. വഴിക്ക് വെച്ച് ഡോക്ടറും താരിഫും റൈഡെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് കോടയിലുള്ള ഫോട്ടോസ് ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
അട്ടപ്പാടി ചുരത്തിലെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഏതൊരു വെതറിലും ഏതൊരു റൈഡിലും നമ്മളെ നിരാശപ്പെടുത്താത്ത ഒരു ഭാഗമാണ് കേട്ടോ. അങ്ങനെ ചുരത്തിലൂടെയുള്ള റൈഡ് കഴിഞ്ഞപ്പോഴേക്കും മഴയും ഏകദേശം സ്റ്റോപ്പ് ആയിട്ടുണ്ടായിരുന്നു. ചുരവും കഴിഞ്ഞ് ഫസ്റ്റ് ചെക്ക് പോസ്റ്റും കവർ ചെയ്ത് നമ്മൾ ആദ്യം എത്തിച്ചേരുന്ന സ്ഥലം മുക്കാലി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കാണ്. മുക്കാലിയിൽ എത്തിയ ഉടനെ തന്നെ ഫസ്റ്റ് പരിപാടി ഫുഡ് അടിക്കൽ തന്നെ ആയിരുന്നു. കഴിച്ചതാണെങ്കിൽ നമ്മുടെ കേരളക്കാരുടെ ദേശീയ ഭക്ഷണമായ പൊറോട്ടയും ബീഫും തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ആമ്പന്നൂർ വ്യൂ പോയിന്റിനെ ലക്ഷ്യമാക്കി റൈഡ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. പാവളം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും റൈറ്റ് ഡയറക്ഷൻ എടുത്ത് മുള്ളി റൂട്ടിലൂടെ വന്ന് ഏകദേശം 4 കിലോമീറ്ററോളം സഞ്ചരിച്ചു കഴിഞ്ഞാലാണ് ആമ്പന്നൂർ വ്യൂ പോയിന്റ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് എത്തുന്നത്. പോകുന്ന വഴിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇവിടെയുള്ള മെയിൻ കൃഷി എന്ന് പറയുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് ആയിരുന്നു കേട്ടോ. ഈ വീഡിയോയിൽ തന്നെ നമ്മൾ ശിവരാത്രി മഹോത്സവത്തിൽ മലയുടെ മുകളിൽ ദീപം തെളിയിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ? അങ്ങനെ ദീപം തെളിയിക്കുന്ന ആ മലയാണ് കേട്ടോ നമ്മളെ മുന്നിൽ ഇപ്പോൾ കാണുന്നത്. ഏകദേശം ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റ് ഏരിയയാണ്. പൂജ നടത്താൻ പോകുന്ന പൂജാരിമാർ മല കയറുന്നത് ഈ ഒരു ഡയറക്ഷനിലൂടെയാണ്. ഈ ഒരു കാണുന്നതായിരുന്നു കേട്ടോ ആമ്പന്നൂർ വ്യൂ പോയിന്റ്. അവിടെ എത്തിയപ്പോൾ നമുക്ക് കിട്ടിയ ഒരു വൈബ്. ഇനി ഇവിടെ ബൈക്ക് നിർത്തി നടന്നുകൊണ്ട് വേണം മുകളിലേക്ക് പോകാൻ. പക്ഷേ ആമ്പന്നൂർ വ്യൂ പോയിന്റിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ കാണാൻ സാധിച്ചില്ല കേട്ടോ. അങ്ങോട്ടുള്ള എൻട്രി ഇപ്പോൾ റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. ആമ്പന്നൂർ വ്യൂ പോയിന്റ് കാണാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ സെക്കൻഡ് ഡെസ്റ്റിനേഷനായ നരസിംഹക്ക് വ്യൂ പോയിന്റിലേക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നരസിംഹക്ക് വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഭവാനിപ്പുഴയുടെ മുകളിൽ നിന്നുള്ള ഈ ഒരു മനോഹരമായ കാഴ്ച കിട്ടുന്നത്. നരസിംഹക്ക് വ്യൂ പോയിന്റിന്റെ മുകളിലേക്കും നമ്മൾ വണ്ടി നിർത്തി നടന്നു വേണം കയറി പോവാൻ. ഏകദേശം ഒരു 300 മീറ്ററോളം നടന്നിട്ട് വേണം കേട്ടോ നമ്മൾ മുകളിലെത്താൻ. ഉച്ചയായതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു ആ സമയത്ത്. മുകളിൽ അത്യാവശ്യത്തിന് നല്ല കാറ്റുണ്ടായതുകൊണ്ട് വെയിലൊന്നും അത്ര ബുദ്ധിമുട്ടായി തോന്നിയിരുന്നില്ല.
അങ്ങനെ ആ വ്യൂ പോയിന്റിന്റെ മുകളിൽ ഇരുന്ന് കുറച്ചു നേരം കാറ്റൊക്കെ കൊണ്ട് ടൈം സ്പെൻഡ് ചെയ്തിരുന്നു കേട്ടോ. നെക്സ്റ്റ് പ്ലാന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഭവാനിയിലെ ആ ചാടിക്കുളി തന്നെയായിരുന്നു. പിന്നെ നേരെ താഴെ വന്ന് ഭവാനിപ്പുഴയിൽ ഇറങ്ങി കുളിക്കാൻ തീരുമാനിച്ചു. ഭവാനിപ്പുഴയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് ഒഴുകിപ്പോകുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ഇങ്ങനെ ഒഴുകുന്ന 3 നദികളാണ് കേട്ടോ കേരളത്തിലുള്ളത്: ഭവാനി, കബനി, പമ്പാർ. ഇതിലെ കബനി പുഴ ഒഴുകുന്നത് കേരളത്തിൽ നിന്നും കർണാടകയിലേക്കാണ്. ഭവാനിയും പമ്പാറും ഒഴുകുന്നത് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക്. തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഭവാനി എന്ന് പറയുന്ന പുഴ ഒരു മെയിൻ വാട്ടർ സോഴ്സ് തന്നെയാണ് കേട്ടോ. ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഭവാനിപ്പുഴയിൽ ഇറങ്ങി കുളിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ നരസിംഹത്തിലുള്ള ഈ ഒരു ഏരിയ. ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഒരു മനോഹരമായ വീഡിയോയുമായി വീണ്ടും കാണാം.